ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനെറുപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനെറുപ്പൂവിൽ ചന്ദ്രയെ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സച്ചി ഭാമയെ ഏൽപ്പിച്ചിട്ട് ഭാമ അങ്ങനെ ചന്ദ്രയോട് സംസാരിക്കാൻ വേണ്ടി റൂമിൻ്റെ ഉള്ളിൽ കയറി സംസാരിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താ ചന്ദ്ര പുറത്തു വരാത്തതെന്ന് സച്ചി രേവതി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയും വർഷി ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ ടെൻഷനിലാണ്. എന്താ ഭാമാൻറ്റി വന്നിട്ട് കൂടി ചന്ദ്ര പുറത്തു വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ തുറക്കണം. വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് നോക്കുകയാണ്. ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭാമ പറയുകയാണ് അവിടെ നിന്നിട്ട്, ശരി നീ വരണില്ലല്ലോ, നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പോവാം, ഒരു കാര്യം ചെയ്യാം, പോണേട്ടിലും മുന്നേ നമുക്ക് കൈ കൊടുത്തിട്ട് പിരിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാമ ചന്ദ്രയ്ക്ക് കൈ കൊടുക്കണ രീതിയിൽ ഷെയ്ക്കിൻ്റെ കൊടുക്കണ പോലെ കൈ അങ്ങോട്ട് കൊടുത്തിട്ട് ഭാമ എന്ത് ചെയ്യും, ചന്ദ്രനെ പിടിച്ച് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഓൾറെഡി നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പത്മ എന്ന് പറയുന്ന ആക്ട്രസിന് പകരം ഇപ്പോൾ സീരിയൽ ആക്ട്രസ്സായി ചെമ്പനെറുപ്പൂവിൽ വന്നേക്കണത് നമ്മുടെ രശ്മി സോമനാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചന്ദ്രനെ നിർത്തണം. ഭാമ എന്നിട്ട് പറയാണ് രവീന്ദ്രനോട്, രവിയേട്ട ചന്ദ്രനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയാണ്, നീ പോയി രവീന്ദ്രനോട് സംസാരിക്കടി പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാൻ എന്ത് സംസാരിക്കാൻ, അദ്ദേഹമല്ല എന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണേ, അദ്ദേഹത്തിനോട് ഞാൻ എന്താ സംസാരിക്കണമെന്ന് പറയാണ് ചന്ദ്ര. അപ്പം ഭാമ പറയും, ചന്ദ്ര നീ അതൊക്കെ വിട്ടിട്ട് രവീന്ദ്രനോട് സംസാരിക്കുക. അപ്പോൾ രവീന്ദ്രൻ പറയും, ഭാമ എനിക്കൊന്നും ആരോട് സംസാരിക്കാനില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിനി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കാൻ വരണത്, എന്നോടല്ല അവൾ സംസാരിക്കേണ്ടത് സച്ചിയോട് രേവതിയോടാണെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയും, ചന്ദ്രനെ കണ്ട സന്തോഷത്തിൽ ശ്രുതി ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോൾ ചന്ദ്ര കടന്നു പോടാവൻ്റെ ശ്രുതിനെ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയും, ഞാൻ എന്തിനാ അവരോട് സംസാരിക്കണം, അപ്പോൾ നീയല്ലേ, അപ്പോൾ ഭാമയോട് പറയും, ഭാമേ അവളല്ലേ കുറ്റം ചെയ്തത്, സച്ചിയുടെ രേവതിയുടെ ആഭരണങ്ങൾ എടുത്തിട്ട് അവളുടെ മോന് കൊടുത്തത് അവളല്ലേ, അപ്പോൾ അവരോടല്ലേ അവൾ സംസാരിക്കേണ്ടത്, ഇനി അവൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ അവൾ അവരോട് മാപ്പ് പറയണം, എന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി പറയും രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നാണം കെട്ട പോലെ തോന്നണം. അപ്പോൾ ഇത് കേൾക്കണം വർഷ ശ്രീകാന്തൻ പറയും, തീർച്ചയായും അത് തന്നെ ചെയ്യേണ്ട ആൻറ്റി, ഒരു ഉളുപ്പില്ലാതല്ലേ രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ എടുത്തത് സുധിയേട്ടന് കൊടുത്തത്, അപ്പോൾ എന്തായാലും ആൻറ്റി സുധിയേട്ടനും രേവതി ചേച്ചിയോട് സച്ചിയേട്ടനോട് മാപ്പ് പറയണത് ആൻറ്റി അർഹിക്കുന്ന കാര്യം തന്നെയാണ്, ആൻറ്റി ചെയ്യേണ്ട കടമ തന്നെയാണെന്ന് പറയാണ് വർഷ. അപ്പോൾ ശ്രുതി ചോദിക്കണം, ആൻറ്റി എന്തിനു മാപ്പ് പറയണം, ശ്രുതിയല്ലേ സ്വർണ്ണം എടുത്തത്, ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ആൻറ്റി അത് ചെയ്തത്, പിന്നെ ആൻറ്റി എന്തിനു മാപ്പ് പറയണമെന്ന് ചോദിച്ചിട്ട് ശ്രുതി ചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷേ അതൊന്നും അവിടെ രവീന്ദ്രനെ തിരക്കുന്നില്ല. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവൾ മാപ്പ് പറഞ്ഞ് തന്നെ പറ്റുള്ളൂ, ഇവൾ ചെയ്ത തെറ്റിന്, ഇവളുടെ മകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവൾ ചെയ്ത തെറ്റിന്, ക്രിമിനൽ കുറ്റമല്ലേ ഇവൾ ചെയ്തതെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്, ഇവൻ സ്വതവേ ഇവൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ, ക്രിമിനൽ തരാണ് ഇവൻ കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര സച്ചിയോട് ദേഷ്യപ്പെട്ടാണ്, നീ പറയേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. രേവതിയോട് പറയാം, നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഈ കുടുംബം കലക്കിയപ്പോൾ, നീ ഇപ്പോൾ പറയണ്ടല്ലോ നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിറ്റൂന്ന്, നിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നല്ലല്ലോ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കും, ഇതിലെന്ത് ന്യായീകരണം ആൻറ്റി എന്ത് സംസാരിക്കണം, ആൻറ്റി തെറ്റ് ചെയ്തിട്ട് ആൻറ്റി വീണ്ടും അത് ന്യായീകരിക്കാൻ നിൽക്കുകയാണോ, അത് രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ട് വർഷ രേവതിനെയും സച്ചിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ശ്രീകാന്തും ഒപ്പം വർഷയ്ക്കൊപ്പം സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ശ്രുതിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ചന്ദ്രയ്ക്ക് നേരെ തിരിയുമ്പോൾ ചന്ദ്ര ആകെ നാണം കെട്ടി നിൽക്കുകയാണ്. പക്ഷെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനിവരോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഭാമേ സച്ചിയോട് രേവതിയോട് അവരോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയാണെങ്കിൽ മാത്രം ഇവൾ എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി പറയേണ്ട രവീന്ദ്രൻ. അപ്പോൾ ഭാമ പറയേണ്ടത്, അത് വേണോ രവിയേട്ട ചോദിക്കുമ്പോൾ ആ വേണം പറയുമ്പോൾ ചന്ദ്ര പറയാണ്, ഇവളോട് ഞാൻ മാപ്പ് പറയണോ, നിന്നോട് ഞാൻ മാപ്പ് പറയണോ, ഈ പൂക്കാരിയോട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു ജന്മം ജനിക്കണം, ഇദ്ദേഹം എന്നെ കൊന്നാലും വേണ്ടില്ലേ ഭാമേ, ഞാനിവളോട് മാപ്പ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, ഞാനിവളോട് മാപ്പ് പറയണം പോലും, നീ എന്താടി വിചാരിച്ച് നിൻ്റെ കാക്കിൽ ചന്ദ്രനെ കൊണ്ടുവരാൻ, ഇത് ചന്ദ്രമതിയാ, നീ വിചാരിക്കണ പോലെ ഒന്നും നടക്കില്ല മോളെ, ചന്ദ്ര എന്നും ചന്ദ്രയായിട്ട് തന്നെ ജീവിക്കും, നീ വിചാരിച്ചിട്ടുണ്ടാവും ചന്ദ്രനെ നിൻ്റെ കാൽ ചുവട്ടിൽ വരുത്താന്ന്, നടക്കില്ല, നിൻ്റെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോണില്ല, നിൻ്റെ സ്വർണ്ണം ഞാൻ എടുത്തു പറഞ്ഞിട്ടല്ലേ നീ ഇപ്പോൾ വലിയ വർത്താനൊക്കെ പറയണത്, ദേടി കിടക്കണു പറഞ്ഞിട്ട് ചന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്ന വളകളൂരി രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയണം, ഞാൻ ഈ ജന്മം നിന്നോട് മാപ്പ് പറയുമെന്ന് വിചാരിക്കേണ്ട, ഇനി അദ്ദേഹം എന്നെ തല്ലി കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാപ്പ് പറയില്ല പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് കോണി കയറിയിട്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് കയറുമ്പോൾ ആ പോണ പോക്കിൽ രവീന്ദ്രനെ ഒരു നോട്ടം നോക്കണ്ട, എന്നിട്ടാണ് മുകളിലേക്ക് പോണത്. അപ്പോൾ എന്തായി, വീണ്ടും രേവതി
എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരിയെ പോലെ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിട്ടിട്ട് വീണ്ടും രേവതിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ചവിട്ടി തേച്ചിട്ടാണ് ചന്ദ്ര പോകുന്നത്. അത് കാണുമ്പോൾ രേവതി കരയാണ്. രേവതി കരയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇപ്പം സമാധാനമില്ലേ നിങ്ങൾക്ക്? അമ്മേനെ ഇതാക്കണം, അമ്മേനെ റൂമിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? അവളുടെ വായിന്ന് വയറ് നിറയെ കേട്ടപ്പോൾ മതിയായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയണം. അപ്പോൾ സച്ചി പറയണ, രേവതി നീ ഇതൊക്കെ ചിന്തിച്ചു തന്നെയല്ലേ, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അമ്മ എന്നും അങ്ങനെ തന്നെ, അമ്മയുടെ സ്വഭാവം മാറാനൊന്നും പോണില്ല എന്ന് പറയണം. അങ്ങനെ അവിടെ ചന്ദ്ര റൂമിലേക്ക് പോയി അങ്ങനെ മാപ്പ് പറയാതെ റൂമിലേക്ക് കയറി പോയേക്കാണ്. അങ്ങനെ രവീന്ദ്രൻ പൂമുഖത്ത് ആലോചിച്ചിരിക്കുന്ന സമയത്ത് സച്ചി രേവതിയും കൂടി രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്തിനാ ഇത്ര കടുത്ത തീരുമാനം എടുത്ത് അമ്മയോട് മിണ്ടില്ല എന്നൊക്കെ, അച്ഛൻ പോയി അമ്മയോട് സംസാരിക്കുക അച്ഛ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണതേ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ ചോദിക്കുമ്പോൾ, പോട്ടെ നമ്മുടെ അമ്മയല്ലേ, അച്ഛന് അറിയാലോ അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറയണേ സച്ചി. അപ്പോൾ പറയും, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ സച്ചി, നിനക്കിപ്പോൾ മതിയായല്ലോ, തൃപ്തിയായില്ലേ, അവൾ ചെയ്ത തെറ്റിനെ അവൾ ന്യായീകരിച്ചിട്ട് പോയത് കണ്ടില്ല, അവൾക്ക് രേവതി മോളോട്ടൊന്ന് മാപ്പ് പറഞ്ഞാലെന്താ, ഇവളെന്താ എല്ലാം സഹിക്കാനും പൊറുക്കാനും ഇവിടെ ഇരിക്കുന്നവളാണോ എന്നൊക്കെ ചോദിക്കണേ രവീന്ദ്രൻ. അപ്പോൾ രേവതി പറയും, സാരമില്ല അച്ഛ, എന്നോട് ആരും മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛനറിയാലോ അമ്മ ഇങ്ങനെ തന്നെയാണെന്ന് അച്ഛനറിയാലോ, അച്ഛൻ അതൊക്കെ വിട്, ഞങ്ങളിപ്പോൾ ഇത്രയും വലിയ ഇഷ്യൂ ആവുമെന്നൊന്നും വിചാരിച്ചില്ല, ഞങ്ങളുടെ സ്വർണ്ണം എടുത്തത് ആരാന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, പക്ഷേ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചില്ല, എങ്ങനെ ഒരു ഇഷ്യൂ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ മോളെ, നിങ്ങളുടെ നന്മയുടെ വലുപ്പമാണ് അത്, പക്ഷെ നിങ്ങളുടെ മനസ്സ് കാണാനുള്ള കഴിവ് അവൾക്കില്ല. അവൾ എന്നും ക്രിമിനലായിട്ട് കൂട്ടുകൂടി അവൻ്റെ കൂടെ കൂടി എന്തോരം കള്ളത്തരങ്ങൾ അവൾ ചെയ്തു വെച്ചു. അവൾ എത്ര കാലമായി അവൾ ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചില്ലേ, അവളിപ്പോൾ നിൻ്റെ സ്വർണ്ണം എടുത്ത് കൊടുത്തില്ലേ, അവൾ എന്തോരം പൈസ അവന് വേണ്ടിയിട്ട് എല്ലാവരും നിന്ന് മറച്ചു കൊടുത്തു, ഇതൊക്കെ തെറ്റല്ലേ? എന്നിട്ട് അവൾക്ക് ചെയ്ത തെറ്റിനെ അവൾ ന്യായീകരിക്കല്ലേ ചെയ്യണത്? എനിക്കത് സഹിക്കില്ല, എനിക്കത് പറ്റൂല എന്ന് പറയണേ രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയും, കുട്ടികൾ തെറ്റ് ചെയ്ത് അച്ഛനമ്മമാരെ ക്ഷമിക്കുക, അതുപോലെ അച്ഛനമ്മമാരുടെ തെറ്റ് മക്കളും പൊറുക്കണം എന്ന് അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ നമ്മുടെ അമ്മയല്ലേ, അച്ഛൻ പോയി അമ്മോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ സച്ചിയോട് പറയും രവീന്ദ്രൻ, ഞാൻ സംസാരിക്കണം, നീ ഒന്ന് പോയേ സച്ചി, നീ എന്തിനാ ഇങ്ങനെ ഇതാവാൻ നിൽക്കണത്, അവളുടെ സ്വഭാവം നന്നാവോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് പോയി വെള്ളം കുടിക്കുമ്പോൾ സച്ചി വീണ്ടും ചെന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. അമ്മയോട് എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്കത് വിഷമല്ലേ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ വെള്ളം കുടിച്ചിട്ട്, സച്ചി ഇത് ഞങ്ങളുടെ ജീവിതകാര്യം, ഞാനും എൻ്റെ ഭാര്യ തമ്മിലുള്ള പ്രശ്നത്തിൽ നീ ഇടപെടാൻ വരണ്ട സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിയോട് വഴക്ക് കൂടാണ്. അത് കഴിഞ്ഞ് സച്ചിയും രേവതിയും കൂടി അവിടെ ഇരിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ സമാധാനമല്ലേ, നിങ്ങൾക്കായിരുന്നില്ലേ ഏറ്റവും കൂടുതൽ അമ്മ റൂമിൻ്റെ ഉള്ളിലാണ്, അമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നില്ല, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചോണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ പറ്റിയിട്ടുള്ള ടെൻഷൻ അടിച്ച് ഭാമേനെ വിളിച്ചു വരുത്തി, അവൾ പുറത്ത് വന്നപ്പോൾ അവളുടെ സ്വഭാവം കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ വർഷയും പറയാണ്, ശരിയാ ആൻറ്റി ഇപ്പോഴും ആൻറ്റിയുടെ സ്വഭാവം തന്നെ കാണിച്ചു, ആൻറ്റി എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് ചെയ്ത്, ഇപ്പോഴും ആൻറ്റി എന്ത് ഡ്രാമയെ കളിക്കണേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയണേ, ആൻറ്റീനെ എന്തിനാ കുറ്റം പറയണേ, പാവ ആൻറ്റി ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കൂട്ടർ ആൻറ്റിയുടെ സൈഡും ഒരു കൂട്ടർ രേവതിയുടെ സൈഡും ചേർന്നിട്ട് അവിടെ ഇതാക്കണം. ഈ സമയത്ത് ചന്ദ്രയുടെ റൂമിൽ ഭാമ പറയാണ്, ചന്ദ്ര നിൻ്റെ എരിപുരി സഞ്ചാരം അടിച്ചിട്ടുള്ള നടത്തമൊന്ന് നിർത്ത്, നീ ഒന്ന് ഇവിടെ വന്നിരിക്കുക പറയാണ്. ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ എന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതെന്ന്, നിനക്ക് വന്ന വഴിക്ക് പോകാനില്ലേ, നിന്നോട് ആരും എന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, എന്നിട്ട് ഇപ്പം എന്തായി എല്ലാവരും കൂടി ക്രോസ് വിസ്താരം ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തിയില്ലേ, നീ തെറ്റ് ചെയ്തിട്ടില്ല ചന്ദ്ര, നിനക്കൊന്ന് മാപ്പ് പറഞ്ഞാൽ എന്തായിരുന്നു, നീ ചെയ്ത തെറ്റിനല്ലേ നിന്നോട് മാപ്പ് പറയാൻ പറഞ്ഞത്, മാപ്പ് പറയാനോ അത് ആ പൂക്കാരിയോട്, അവളുടെ മുമ്പിൽ ഞാൻ ചെറുതാവാനോ, അതൊരിക്കലും നടക്കില്ല ബാമേ, നീയത് സ്വപ്നം കാണണ്ട ചന്ദ്രൻ, നിൻ്റെ ഈ സ്വഭാവമാണ് നിർത്തേണ്ടത്, നിന്നെ ഇതിലും കൂടുതൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് താഴത്ത് വർഷയും ശ്രീകാന്തും എല്ലാവരും രേവതിക്ക് സപ്പോർട്ടാണ്, അവരെല്ലാവരും ചന്ദ്ര ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയണതാണ്. പക്ഷേ രവീന്ദ്രനെയും ചന്ദ്രനെയും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ചന്ദ്രോദയത്തിൽ വന്നേക്കണത് കേട്ടോ. അതെല്ലാവർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സുധിയോട് സച്ചി പറയണ, എന്തായാലും ശരി, ഈ ക്രിമിനലിന് വേണ്ടിയിട്ടല്ലേ അമ്മ അത് ചെയ്തത്, നീ എൻ്റെ പൈസ എനിക്ക് തന്നേ പറ്റൂ. നിൻ്റെ പൈസയോ? അതെ, എൻ്റെ അടുത്തുനിന്ന് എൻ്റെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് വിറ്റ് 5 ലക്ഷം രൂപ നീ എനിക്ക് തന്നേ പറ്റൂ. 5 ലക്ഷം രൂപ ഞാനിപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ, എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ എന്ന് ചോദിക്കാനാണ് സുധി പറഞ്ഞിട്ട് കൈമലർത്തുന്നത്. എടാ ക്രിമിനലെ, നീ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തേക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയും, അതെ സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. വർഷയും പറയും, സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ, ആ പൈസ അച്ഛൻ്റെ പൈസ എടുത്തിട്ട് സുധിയേട്ടൻ പോയി, ഓക്കെ അത് സുധിയേട്ടന് റൈറ്റ്സ് ഉണ്ട്, അച്ഛൻ്റെ പൈസയിൽ സുധിയേട്ടന് അവകാശം ഉണ്ടെന്ന്
വെക്കാം. പക്ഷേ രേവതി എടുത്തിയുടെ ആഭരണങ്ങൾ കൊണ്ടുപോയിട്ട് വിറ്റിട്ടുള്ള പൈസ, ആ പൈസ സുധിയേട്ടൻ തീർച്ചയായും രേവതി ചേച്ചിക്ക് കൊടുത്തേ പറ്റൂ. ആ 5 ലക്ഷം രൂപ രേവതി ചേച്ചിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വർഷ. ശ്രീകാന്ത് പറയാതെ അതിലും ഞാനും രേവതി ചേച്ചിയുടെ ഭാഗത്താണ്. കാരണം അതെടുക്കാൻ സുധിയേട്ടന് യാതൊരുവിധ അവകാശമില്ല. സുധിയേട്ടൻ ആ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ സുധി വിചാരണ ചെയ്യപ്പെടുകയാണ്. സുധിയോട് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. എടുക്കടാ എൻ്റെ പൈസ, എനിക്കിപ്പോൾ ഈ നിമിഷം കിട്ടണടാ എൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് സച്ചി സുധിയുടെ കോളർമ പിടിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് സച്ചി രോഷാകുലനാവാണ്. അങ്ങനെ എല്ലാവരും സ്തബ്ധരായി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്